അപ്പോൾ മക്കളെ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഉത്സവം നടക്കുന്നത് തന്നെ നമ്മളെ ചെക്കൻ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഓനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബൈക്കായിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ വേറെ 2-3 ചങ്ക് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് കാറായിട്ട് പോകാൻ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു 5 മണി സമയത്ത് കാറായിട്ട് ഇവിടെ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന് പോകണം. കാരണം വെച്ചാൽ അവിടെ റഷ് കൂടിയ കാരണം പോക്ക് നടക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് എന്നാൽ നടക്കില്ല, ഏതായാലും വന്നല്ലേ നമ്മൾ കണ്ടേ പോകുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങനെ നടന്ന് പോയി. നടന്ന് പോകുമ്പോൾ തന്നെ ഈ ഓരോ സ്ഥലത്തു നിന്ന് ഈ വരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതും കണ്ട് പോയി. അവിടെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വെടിക്കെട്ടുണ്ട്. അതായത് 3 ടൈപ്പ് വെടിക്കെട്ടാണുള്ളത്. ഒന്ന് പൊട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ 7:30 മണിക്കാണ്. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6:45 സമയമായിരിക്കണം. അപ്പോൾ ഞങ്ങൾ വേഗം നടന്നിട്ട് എന്ത് ചെയ്തു സ്പോട്ടിൽ എത്താൻ നോക്കി. അങ്ങനെ സ്പോട്ടിലെത്തി ഫസ്റ്റ് ഒരു 7:30 സമയത്ത് ഒരു വെടിക്കെട്ട് പൊട്ടി. പിന്നെ രണ്ടാമത്തെ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 മണിക്കാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒന്നാമത്തത് പൊട്ടി കഴിഞ്ഞപ്പോൾ നല്ല രസം, നല്ല അടിപൊളി പൊട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഒന്നാമത്തത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ പൊട്ടുള്ളതെന്ന് വെച്ചാൽ 9:30 മണിക്കാണ്. പിന്നെ അവിടെ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നത്തെ പൊട്ട് തന്നെ 10:30 മണിക്കാണ് ലാസ്റ്റ് പൊട്ട് തന്നെ നല്ല അടിപൊളി പൊട്ടാണ്. പക്ഷേ ഒന്നാമത്തെ പൊട്ടിയപ്പോൾ പിന്നെ നല്ല ഉഷാറ് പൊട്ടേന് പൊട്ടിയത്. ഒന്നാമത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണം, നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മളെന്ത് ചെക്കന്മാരും കൂട്ടിയിട്ട് എന്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ജിലേബിയും പൊരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്ത് നമ്മൾ തിരിച്ചു പോകുന്നതാണ്.